അപ്പോൾ ഇദ്ദേഹത്തിനെ കാറിൽ കയറ്റി നേരെ ദേവരാം മാസ്റ്റർ വീട്ടിൻ്റെ വാതിൽക്ക് വന്നു. അല്ല, അന്ന് വുഡ്ലൻഡ്സിലാണ്. വുഡ്ലൻഡ്സിൽ വന്നു, റൂമിൽ കയറി. അന്ന് വീട് വെച്ചിട്ടില്ല, വീട് വെക്കുന്നത് 73 പിന്നീട്. അപ്പോൾ അവിടെ വുഡ്ലൻഡ്സ് ഹോട്ടലിൽ വന്നു, അകത്ത് കയറി. അവർ കുറെ സംസാരിച്ചു. അപ്പോൾ ഞാൻ വെളിയിൽ നിന്നു, അകത്ത് കയറിയില്ല. അവിടെ കുറച്ച് നേരം അദ്ദേഹം കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഇയാളെന്തോന്നാ എന്നോട് പിണക്കമാണ്, എന്താ പുറത്തേക്കുന്നത് മാഷ അത്രയും പറയാനുള്ളത് പറയുമെങ്കിലും അത്രേ ഉള്ളൂ. ഇയാളെന്താ വെളിയിരിക്കുന്നത്, എന്നോട് പിണക്കമാണ്, അകത്ത് കയറിയിരിക്കുന്നു പറഞ്ഞാൽ അകത്ത് കയറുന്നു, ചായയൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ ഒരു തുക അർജുനോട് പറഞ്ഞു, ഇത്രയും കിട്ടിയാലേ നീ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, അതിൽ കുറച്ച് വർക്ക് ചെയ്യരുത്. ഭാഗ്യത്തിന് ആ തുകയാണ് KPK കൊട്ടാരക്കര പറഞ്ഞത്. ശരി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുന്നു. കടമ്പകൾ ഒരുപാടാണ്. അങ്ങനെ കൊട്ടാരക്കര ചേട്ടൻ്റെ വീട്ടാണ്. കൊട്ടാരക്കര സ്വന്തം വീടൊന്നും ആയിട്ടില്ല, ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്. അതിൻ്റെ ടെറസിൽ വെച്ചിട്ടാണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗിറ്റാറിസ്റ്റുണ്ട്, തബലയുണ്ട്, പിന്നെ RK ശേഖർ ഹാർമോണിയായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കൊട്ടാരക്കര ചേട്ടന് ഒരു മതിപ്പും തോന്നി. കാരണം പുള്ളിയെ കണ്ടാൽ വളരെ പാവം, ഒരു സന്യാസിനെ പോലെ, വെള്ളയുടുത്ത സന്യാസി, കാവിയില്ലെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ മ്യൂസിക്കൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ കൊണ്ട് പറ്റുമോ തമ്പി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ആ പാട്ടുകൾ, കറുത്ത കുറഞ്ഞിലെ പാട്ടുകൾ കേൾക്കാത്തതുകൊണ്ട് ഈ പറയുന്നത്, പാട്ടുകൾ കേൾക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹം ചെയ്യട്ടെ, നല്ല നന്നായി വരും. അങ്ങനെ ഞാൻ ആദ്യമായി അർജുൻ എഴുതി കൊടുത്ത വരികൾ പൗർണ്ണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു. അത് മനഃപൂർവ്വം ഞാനൊരു സെൻറ്റിമെൻ്റൽ എഴുതി കൊടുത്തതാണ്. പൗർണ്ണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു. ഞാൻ തൊട്ട് വിളിച്ചു, അർജുനൻ ചിരിച്ചു, അർജുനൻ സമ്മതിച്ചു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പൗർണ്ണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു എന്നുള്ള വരി, 2 വരി അഴകേ നെഞ്ചി, ഒരു പ്രേമഗാനമാണെന്ന്. അഴകേ നെഞ്ചിരി തൊട്ട് വിളിച്ചു, ആശാലിതകൾ പുഞ്ചിരിച്ചു. ആ പാട്ട് ആണ് എഴുതി കൊടുത്തത്. അപ്പോൾ അർജുൻ ആദ്യം തന്നെ ഈ മോഹനരാഗത്ത് ആണ് വായിച്ചത്. ഹാർമോണിയത്തിൽ മോഹനരാഗം വായിച്ചിട്ട് മോഹനത്തിൽ അത് ആ പല്ലവി ഒരു 5-10 മിനിറ്റിനുള്ളിൽ പാടി. അപ്പോൾ പാടുന്ന സമയത്ത് ഇത് അസ്വസ്ഥനായിട്ട്, കാരണം അടുത്ത ദിവസം റെക്കോർഡിങ് രാവിലെ, അവർ പൂജയാണ്, ഇടത്തിൻ്റെ പൂജയാണ്, മാറ്റാനൊക്കെയില്ല, മുഹൂർത്തം നോക്കി വെച്ചിരിക്കുകയാണ്. ശശികുമാർ സാർ കേൾക്കുന്നൊന്നുമില്ല. ഉണ്ട്, അതേ ഉണ്ട്. ശശികുമാർ സാർ നിങ്ങളുടെ കൂടെ ശശികുമാർ സാർ ഈ പറഞ്ഞ പോലെ ആദ്യം അറിയില്ലല്ലോ. അദ്ദേഹം ഒരു കമന്റ് വേണ്ടാന്നും പറയുന്നില്ല, വേണമെന്നും പറയുന്നില്ല. കാരണം ഞാൻ ശശികുമാർ സാറിൻ്റെ ഞാൻ പറഞ്ഞ പുള്ളി കേൾക്കും. ശശികുമാർ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ നല്ല ട്യൂൺസാണ്, നല്ല പാട്ടുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കേൾക്കാൻ പറ്റും. പക്ഷേ ഈ പല്ലവി പാടിക്കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര ചേട്ടൻ ഇങ്ങനെ, ഞങ്ങൾക്ക് അറിയാം, അവിടെ ഇവിടെ ഇങ്ങനെ ടെറസിൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കും. പുള്ളിക്ക് ടെൻഷനാണ്, നാളെ റെക്കോർഡിങ് വെച്ചേ പറ്റുള്ളൂ, പാട്ട് മോശമായാലോ എന്നുള്ളത്. പക്ഷേ ഈ പല്ലവി 4 പ്രാവശ്യം പാടിക്കഴിഞ്ഞപ്പോൾ ശശികുമാർ സാറിന് ഇഷ്ടപ്പെട്ടത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്ന് മനസ്സിലായി. അപ്പോൾ KP ചേട്ടൻ എന്നെ പുറത്തേക്ക് വിളിച്ചു. പക്ഷേ എന്നെ KP ചേട്ടൻ വിളിച്ചപ്പോൾ അർജുൻ്റെ മാസ്റ്ററുടെ വിചാരം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്ന്. നമ്മൾ പുറത്താക്കുന്ന ആണ്. പക്ഷേ പുറത്തേക്ക് എന്നെ വിളിച്ച് KP ചേട്ടൻ ശരിക്കും പറഞ്ഞ് എനിക്ക് മറക്കാനില്ല രംഗം, എന്നെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, തമ്പിയെ സമ്മതിച്ചിരിക്കുന്നു, ഇങ്ങനെ എങ്ങനെ പൊക്കിയെടുത്തു, എവിടെ നിന്ന് പൊക്കിയെടുത്തു? നമ്മുടെ അടുത്ത 10 പടത്തിന് ഇയാളെ മ്യൂസിക് ഡയറക്ടർ. അത് 4 വരി ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നിർമ്മാതാവിൽ അത്രയധികം വിശ്വാസം ഉറപ്പിക്കാൻ കഴിഞ്ഞ സംഗീത സംവിധായകനാണ് അർജുൻ. അതാണ് അർജുൻ്റെ വിജയം, ഞങ്ങളുടെ ടീമിൻ്റെ വിജയം.